ബിരിയാണി എന്നും മലയാളിക്ക് ഒരു വികാരം തന്നെയാണല്ലേ. ദം ബിരിയാണി ആണെന്നുണ്ടെങ്കിലും ഏത് ഹൈദരാബാദി ബിരിയാണി, പല ടൈപ്പ് ഓഫ് ബിരിയാണീസ് ഉണ്ട്. അപ്പൊ ഏത് ബിരിയാണി ആണെന്നുണ്ടെങ്കിലും നമുക്ക് അതൊരു വികാരം തന്നെയാണ് മലയാളിക്ക്. എനിക്കും അതുപോലെ തന്നെയാണ്. എനിക്കും ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് തലശ്ശേരി ദം ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഈ തലശ്ശേരി ദം ബിരിയാണിയുടെ ഒരു വിജയഗാഥ അല്ലെങ്കിൽ ആ ഒരു വിജയപാതയിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഹോട്ടലിലാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാനായിട്ട് വന്നേക്കുന്നത്. അജ്വ റെസ്റ്റോറൻറ്റ്. എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ പരിചിതമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് അജ്വ ബിരിയാണി അല്ലെങ്കിൽ ആ അജ്വ ദം ബിരിയാണി. പല ടൈപ്പ് ബിരിയാണി ഉണ്ട് ഇവിടെ. ചിക്കൻ ബിരിയാണി ഉണ്ട്, മട്ടൺ ഉണ്ട്, അതുപോലെ ബീഫ്, പിന്നെ വെജിറ്റബിൾ ബിരിയാണി, ഫിഷ് ബിരിയാണി, ഇങ്ങനെ പല ടൈപ്പ് ബിരിയാണീസ് മാത്രം കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. അത് കൂടാതെ പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, ലൈം ടീ, ഇതിന്റെ കൂടെ ഒരു ലൈം ടീ, പിന്നെ ഇവരുടെ ആ സാലഡ്സ് ആൻഡ് പിക്കിൾസ്. അപ്പൊ ആ ബിരിയാണിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഞാൻ പല പ്രാവശ്യം, ഏകദേശം കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുള്ള ബിരിയാണിയാണ്. എപ്പോഴും അത് മനസ്സിനും വയറിനും വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ബിരിയാണിയാണ്. അപ്പൊ നമുക്ക് ഈ അജ്വ ദം ബിരിയാണിയുടെ കാഴ്ചകളിലോട്ടൊന്ന് പോവാം. ഡൊമിനോ ദീപക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ തിരുവനന്തപുരത്തുള്ള ബിരിയാണി പ്രേമികൾക്ക് കഴിഞ്ഞ ഒരു 10 കാലമായിട്ട് അജ്വ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് നെയിം ശരിക്കും പറഞ്ഞാൽ നല്ല സുപരിചിതമാണ്. തിരുവനന്തപുരത്ത് ഇവരുടെ ഔട്ട്ലെറ്റ് വിമൻസ് കോളേജ് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പനവിള ജംഗ്ഷനിലോട്ട് ഇറങ്ങി വരുന്ന വൺവേ ഇല്ലേ, ആ വൺവേയിലാണ് ഈ അജ്വ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഉച്ചസമയം ആയതുകൊണ്ട് പാർസൽ എടുക്കാനായിട്ട് സ്വിഗ്ഗിക്കാരുടെ തിരക്കാണ്. പെരുന്നാൾ ടൈം ആയതുകൊണ്ട് ഇവരുടെ പ്രീ ഓർഡർ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഇവരുടെ റിസപ്ഷൻ ഏരിയ ആണിത്. ഇവിടെയും കുറേ ആൾക്കാർ ഇങ്ങനെ പാർസൽ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഇത് നോക്കിയാൽ ഇവർക്ക് കിട്ടിയേക്കുന്ന കുറേ അവാർഡ്സാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇവർക്ക് കിട്ടിയേക്കുന്ന അവാർഡ്സാണ് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ ഡൈനിങ് സ്പേസ് ഒന്ന് കാണാം. കണ്ടോ, ഇതാണ് നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഡൈനിങ് സ്പേസ്. ഇത് കൂടാതെ ഇവർക്ക് ഇങ്ങനെ 2 ക്യൂബിക്കിൾസും ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരു ക്യൂബിക്കിളിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും ഈ അജ്വ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ ശ്രീ ഹഫ്താബിനെയും അതുപോലെ ഇവരുടെ ചീഫ് ഷെഫായിട്ടുള്ള ശ്രീ റഷീദിനെയും ഒന്ന് പരിചയപ്പെടാൻ സാധിച്ചു. അപ്പോൾ അവരുമായിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഈ അജ്വ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഇത് അവരുടെ ഒരു വളരെ സീനിയറായിട്ടുള്ളൊരു സ്റ്റാഫാണ്. ഏകദേശം 10 വർഷമായിട്ട് അജ്വയുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു സ്റ്റാഫാണ്. ടേബിൾ ഇട്ടേക്കുന്ന ഈ ഒരു മാറ്റിൽ എഴുതിയേക്കുന്നുണ്ടോ, ദം പൊട്ടുമ്പോൾ പൊട്ടാതെ സൂക്ഷിക്കുന്നത് ഒരു 10 നൂറ്റാണ്ടിൻ്റെ രുചി പാരമ്പര്യം. എല്ലാ ടേബിളിലും ഇവരുടെ ഫുഡിൻ്റെ മെനു വെച്ചിട്ടുണ്ട്. അതായത് എന്തെല്ലാം ടൈപ്പ് ബിരിയാണിയാണ്, ഫുൾ പ്ലേറ്റ് ഉണ്ട്, ഹാഫ് പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ്സ് എല്ലാം എല്ലാ ടേബിളിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫിഷ് ബിരിയാണി മാത്രം ഫുള്ള് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്ലേറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞു. സാലഡ്, അതുപോലെ ഇവരുടെ ഒരു സ്പെഷ്യൽ പിക്കിളാണ്, ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള പിക്കിളാണ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത 5 ബിരിയാണിയും എത്തിക്കഴിഞ്ഞു. അതുപോലെ ചിക്കൻ ഫ്രൈ. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ബിരിയാണി എല്ലാം ഓൾമോസ്റ്റ് അതിൻ്റെ ടെക്സ്ചർ എല്ലാം ഏകദേശം സെയിം ആണ്. പക്ഷേ നമ്മളത് കഴിക്കുമ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ടേസ്റ്റ് വളരെയധികം ഡിഫറെൻ്റ് ആണ്. ആദ്യം നമുക്ക് ഈ മട്ടൺ ബിരിയാണി തന്നെ ഒന്ന് കഴിച്ചു നോക്കാം. മട്ടൺ ബിരിയാണി എനിക്ക് എപ്പോഴും, ബിരിയാണികളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് മട്ടൺ ബിരിയാണിയാണ്. ഇപ്പം നല്ല സ്റ്റീമിങ് ഹോട്ടാണ്. ഞാൻ എല്ലാ ബിരിയാണിയും കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാത്തിൻ്റെയും സാമ്പിൾ കുറേശ്ശെ മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ സാലഡും അതുപോലെ പിക്കിൾസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു ചിക്കൻ ഫ്രൈയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബിരിയാണി ഒന്ന് നോക്കാം. നല്ല ചൂടാണ്, നല്ല സ്റ്റീമിങ് ഹോട്ടാണ്. അപ്പോൾ ആദ്യം ആ പീസ് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം. ഞാനിവിടുത്തെ ബിരിയാണി നേരത്തെ കഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ടേസ്റ്റ് നല്ല പരിചിതമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ മട്ടൺ ബിരിയാണി അത് ശരിക്കും ഒരു ക്ലാസ് ഐറ്റമാണ് കേട്ടോ. നമ്മൾ ഈ മറ്റേ കല്യാണ ബിരിയാണിയൊക്കെ ഇല്ലേ, ആ ഒരു ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് കിട്ടുന്നത്. അതിനകത്ത് മീറ്റൊക്കെ നല്ല മെൽറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവരുടെ ചിക്കൻ ഫ്രൈയും. അവർ അത് കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്ത ഒരു പ്രത്യേക മസാലയാണ്. അങ്ങനെ ഓവർ സ്പൈസി ഒന്നുമല്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഇവരുടെ ഫ്രൈ. അപ്പോൾ ഇവരുടെ മട്ടൺ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അതൊരു കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം ഞാൻ ആ മട്ടൺ ബിരിയാണി ഫുൾ കഴിച്ചില്ല, ഒരു പോർഷൻ ഞാൻ കഴിച്ചു. ശരിക്കും നല്ല രീതിയിൽ നമ്മളത് എൻജോയ് ചെയ്യും ഇവിടുത്തെ മട്ടൺ ബിരിയാണി. ഇവിടുത്തെ ഫിഷ് ബിരിയാണി ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. നെയ്മീനാണ് അത്. ഹാഫ് പ്ലേറ്റ് ഇല്ല കേട്ടോ ബിരിയാണി. ഫിഷ് ബിരിയാണി ഇവിടെ ഫുൾ പ്ലേറ്റ് ആണ് കൊടുക്കുന്നത്. കാര്യം ഒറ്റ മീനിൻ്റെ ഒരു വലിയൊരു പീസാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്.
ശരിക്കും ഒരു നല്ല ടേസ്റ്റ് തന്നെ എനിക്കും ഫീൽ ചെയ്തത്. കാര്യം ആ ഒരു മീനിൻ്റെ ആ ഒരു സ്മെല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ മീനിലും ഇത് ഫ്രൈ ചെയ്തേക്കുവാണെന്ന് തോന്നുന്നു, അതിലും നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് നെമ്മീൻ ബിരിയാണി. പിന്നെ ഇവരുടെ ഈ ഒരു സാലഡ് അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു സുഖമാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ബീഫ് ബിരിയാണിയാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബീഫ് ബിരിയാണി ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള പീസുകളാണ്, അത്യാവശ്യം 3-4 നല്ല വലിപ്പമുള്ള പീസുകളാണ് കിടക്കുന്നത്. മീറ്റ് വളരെ സോഫ്റ്റാണ്. ഇപ്പോൾ ബീഫ് ആണെങ്കിൽ പോലും നല്ല സോഫ്റ്റായിട്ടുള്ള മീറ്റാണ്. മട്ടൺ ബിരിയാണിയും ബീഫ് ബിരിയാണിയും കൂടെ നോക്കുമ്പോഴത്തേക്ക് രണ്ടിനും എൻറ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്. രണ്ടും നമുക്ക് ഇഷ്ടപ്പെടും. എനിക്ക് അങ്ങനെയാണ്. രണ്ടും റെഡ് മീറ്റാണ്, പക്ഷേ എന്നാലും ടേസ്റ്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചൂടായിട്ട് കഴിക്കണം കേട്ടോ. ഈ ബിരിയാണിയുടെയൊക്കെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ, ചൂടായിട്ട് കഴിക്കണം. അപ്പോൾ ശിഖയാണ് വെജിറ്റബിൾ ബിരിയാണി ട്രൈ ഔട്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ മാത്രമേ കഴിച്ചുള്ളൂ. ഇതും ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണിയാണെന്നാണ് ശിഖ പറഞ്ഞത്. കാര്യം വെജിറ്റബിൾ ബിരിയാണി പല സ്ഥലത്തു നിന്ന് കഴിക്കുമ്പോഴും അതിനകത്ത് ഒരുപാട് സ്പൈസസും പിന്നെ മറ്റേ ബ്രെഡ് ക്രംസും അല്ലെങ്കിൽ സോയ ചങ്ക്സൊക്കെ ഇടും. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി. ഇനി ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതും ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നത് ശിഖ തന്നെയാണ്. ബാക്കി ബിരിയാണിയൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയല്ലോ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ മട്ടൺ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ ശിഖയ്ക്ക് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. ഇവിടുത്തെ എല്ലാ ബിരിയാണിയുടെയും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവർ ഓവറായിട്ട് സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഒരുപാട് അങ്ങനെ നെയ്യൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഡ്രൗസിനെസ്സോ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യൂല. വളരെ കംഫർട്ടബിളായിട്ട് നമുക്കൊരു ബിരിയാണി കഴിച്ച് എണീക്കാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ബിരിയാണിയുടെ ഓരോ പോർഷൻ കഴിച്ചതിന് ശേഷം ബാക്കി ഞങ്ങൾ പാർസലാക്കി. അപ്പോൾ ആസ് യൂഷ്വൽ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഞാനൊരു ലൈം ടീയും കൂടെ കുടിക്കുകയാണ്. നമുക്ക് എപ്പോഴും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഒരു ലൈം ടീ ചെല്ലുമ്പോൾ അതൊരു സുഖം തന്നെയാണല്ലേ. അപ്പോൾ അജ്വ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങളിങ്ങനെ ഇറങ്ങി വീട്ടിൽ വന്നു കേട്ടോ. കാര്യം അവിടെ ഇരുന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, അതിഭയങ്കരമായ റഷാണ് അവിടെ. ഞങ്ങൾ കഴിച്ച് തീരാറായപ്പോൾ തന്നെ ആൾക്കാർ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ കൂടുതൽ സമയം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവും. പിന്നെ ഭയങ്കര സൗണ്ടുമായിരുന്നു, നല്ല നോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ബിരിയാണി കാഴ്ചകൾ? അജ്വ റെസ്റ്റോറൻറ്റിലെ 5 ബിരിയാണി ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. കംപ്ലീറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റത്തില്ല, അറിയാമല്ലോ, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ചെറിയ ചെറിയ പോർഷൻസ് ആണ് കഴിച്ചത്. ഇതിൽ പല ബിരിയാണിയും ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അത് തീർത്തും മറ്റു ഹോട്ടൽസ് വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. ഓവറായിട്ട് മസാലയൊന്നും ഇവർ ആഡ് ചെയ്യുന്നില്ല. ഒത്തിരി ഗ്രേവി പോലെയുള്ള ആ ഒരു ടെക്സ്ചറൊന്നും അല്ല ഈ ബിരിയാണിക്ക് വരുന്നത്. നമ്മൾ കല്യാണത്തിനൊക്കെ കഴിക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ, ഏകദേശം ആ ഒരു രീതിയിലാണ് ഇവരുടെ ആ ഒരു ബിരിയാണി എന്ന് പറയുന്നത്. ഓവറായിട്ട് ഈ പറഞ്ഞ പോലെ ഗീയോ അല്ലെങ്കിൽ സ്പൈസസോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് കഴിച്ചു കഴിയുമ്പോൾ ഒരു മടുപ്പ് ഫീൽ ചെയ്യുകയില്ല. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ്, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഒരു പ്രചോദനം തരുന്നത്. നിങ്ങളുടെ വിലയേറിയ കമൻസ് തരിക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.